നമ്മളിനി ആദ്യ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ സുഹൃത്തിന്റെ കഥയിലേക്ക്. ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ മറ്റ് കഥകളും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവ ജീവിതത്തിന്റെ പല പ്രധാന പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നത് ഓർത്തിരിക്കുക. അതെല്ലാം മനുഷ്യരുടെ അനുഭവങ്ങളാണെന്ന് ഓർക്കുക. ചിലർക്ക് ഒരു ജീവിതമാർഗത്തിനായുള്ള പരിശ്രമമാണെങ്കിൽ, മറ്റു ചിലർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാകാം. അല്ലെങ്കിൽ ധൈര്യത്തിന്, മനഃശാന്തിക്ക്, സമാധാനത്തിന്. അതുമല്ലെങ്കിൽ ധനം കൂട്ടാൻ, മനസ്സിന്റെയും ആത്മാവിന്റെയും സ്വാതന്ത്ര്യമനുഭവിക്കാൻ. ആദ്യ അധ്യായം തുടങ്ങുന്നതിനു മുമ്പ് കാർനെജിന്റെ രഹസ്യം തിരിച്ചറിയുന്നതിനുള്ള ഒരു ചെറിയ സൂചകം ഞാൻ തരാം. അതിതാണ്: എല്ലാ നേട്ടങ്ങളും, സമ്പാദിക്കപ്പെട്ട എല്ലാ സമ്പത്തുകളും ഒരാശയത്തിൽ നിന്നാണ് തുടങ്ങിവച്ചിരിക്കുന്നത്. രഹസ്യമെന്തെന്നറിയാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ പാതി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ മറുപാതി, അതെപ്പോൾ നിങ്ങളുടെ മനസ്സിലെത്തുന്നോ അപ്പോൾ നിങ്ങൾ ഉടൻ തിരിച്ചറിയും.